എല്ലാവർക്കും നമസ്കാരം. 2025 കേരള വനം വകുപ്പിൻ്റെ പൊതുസ്ഥലമാറ്റത്തിൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രൊഫൈലിൽ കയറി കഴിയുമ്പോൾ പ്രൊഫൈലിൻ്റെ താഴെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ മൈ ആപ്ലിക്കേഷൻ്റെ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഒന്നായിട്ട് വരും. പിന്നെ ബാക്കിയുള്ള നിലവിലുള്ള സർവീസ് കാര്യങ്ങൾ അതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള ഓപ്ഷനിലേക്ക് എത്തുന്നത്. നമ്മളൊന്ന് വെരിഫൈ ചെയ്തേക്കാം. ഓൾറെഡി സർവീസ് വെരിഫിക്കേഷനും എല്ലാം വെരിഫൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്നും കൂടുതൽ ചോയ്സ് ഒന്നുമില്ല ഇനി. അപ്പോൾ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എന്നുള്ളത് 5 വരിക. അപ്പം അവിടെ ആദ്യത്തേത് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ടൈപ്പ്, അവിടെ ജനറൽ ട്രാൻസ്ഫർ എന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്രാൻസ്ഫർ ഓർഡർ കൊടുക്കുക. വെദർ ട്രാൻസ്ഫർ റിക്വയർഡ് യെസ് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് കേഡർ പ്രൊമോട്ടഡ് ഇൻ ദ കറണ്ട് കേഡർ, ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് പ്രൊമോഷൻ ടു ദ കറണ്ട് കേഡർ, അവിടെ എന്നാണ് നമ്മൾ പ്രൊമോഷൻ ആയത് അല്ലെങ്കിൽ ഈ കേഡറിൽ അപ്പോയിൻമെൻറ്റ്, ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കൊടുക്കുക, സെലക്ട് ചെയ്യുക. അതിലെ സീരിയൽ നമ്പർ എത്രയാണ്, ഇപ്പോൾ 3 ആണെങ്കിൽ 3, 5 ആണെങ്കിൽ 5, അത് സീരിയൽ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് 2 വർഷം, അത് ഏപ്രിൽ 30 വെച്ചാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 2 വർഷത്തിനകത്തുള്ളവർക്ക് ആ ഓപ്ഷൻ നോ എന്നായിരിക്കും കാണാൻ സാധ്യത. അപ്പോൾ 1 വർഷത്തിനകത്തുള്ളവർക്കാണെങ്കിൽ യെസ് എന്നും 2 വർഷത്തിൽ താഴെയുള്ളവർക്കാണെങ്കിൽ യെസ് എന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അതുപോലെ അവിടെ നിലവിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ സർവീസ് പീരീഡ് കാണാൻ പറ്റും. അതിനുശേഷം 6 ട്രാൻസ്ഫർ ചോയ്സ്. അവിടെയാണ് നമുക്ക് 4 ചോയ്സുകൾ നൽകാൻ കഴിയുന്നത്. അവിടെ ചോയ്സ് കൊടുക്കുമ്പോൾ വേക്കൻസി പൊസിഷനും നിലവിലുള്ള റിട്ടയർമെൻറ്റ് ഒഴിവുകളും കൂടെ പബ്ലിഷ് ചെയ്തേക്കുന്നത് ചെക്ക് ചെയ്തിട്ട് വേണം അപേക്ഷ സമർപ്പിക്കുവാൻ. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ടു എന്നുള്ളതിൻ്റെ ഇടത് സൈഡിലുള്ള ബോക്സിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, അനുകമ്പാർഹമായ കാരണങ്ങൾ. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് കൂടെ അവിടെ ഫില്ല് ചെയ്തതിന് ശേഷം വേണം ട്രാൻസ്ഫർ ആപ്ലിക്കേഷനിലേക്ക് വരുവാനായിട്ട്. അവിടെ 4 ചോയ്സ് നമ്മൾ കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് വരാൻ. നമ്മൾ ഏതൊക്കെയാണോ ഓഫീസ് സെലക്ട് ചെയ്യുന്നത് ആ ഓഫീസ് സെലക്ട് ചെയ്ത ശേഷം വേണം നമ്മൾ സബ്മിറ്റ് ടു ഓപ്ഷൻ കൊടുക്കുവാനായിട്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സബ്മിറ്റ് ടു കൊടുത്ത് ആ ബോക്സിൽ